ഇനി പ്ലേറ്റ് കൂടെ കഴിക്കാവുള്ളൂ. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ജാൻ ഫസ്റ്റ് ആണ് കേട്ടോ. ഞങ്ങൾ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് പോവാണ്. അതിന് മുന്നേ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു വലിയൊരു ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറ. ഹാപ്പി ന്യൂ ഇയർ. എന്താണ് എല്ലാവർക്കും ഈ ഒരു 2025 വളരെ നല്ലൊരു വർഷമായിട്ട് മാറട്ടെ. പിന്നെ നമ്മൾ ഇന്ന് ട്രിപ്പിന് പോകുന്നത് ഇവിടെ അടുത്തുള്ളൊരു അടുത്തല്ല, ഇവിടെ നിന്ന് ഒരു 2.5 മണിക്കൂർ ഡ്രൈവ് ഉള്ള ഒരു സ്ഥലത്താണ് പോകുന്നത്. ഒരു 1 ഡേ ട്രിപ്പാണ് കേട്ടോ. ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ട്രിപ്പ് പോകാറുണ്ട് കേട്ടോ. ഇങ്ങനെ ജോലി വീടൊക്കെ ആയിട്ട് ഇങ്ങനെ മടുക്കുന്ന സമയത്ത് ഇങ്ങനെ വീടിനടുത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് പോയിട്ട് വരാറുണ്ട്. അതുപോലെ ഇന്നും അങ്ങനെ ഒരു ട്രിപ്പ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേങ്കിൽ എല്ലാം പാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഉച്ചയായി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലഞ്ച് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ടിമോട്ടൻസിലോട്ടാണ് പോകുന്നത് കേട്ടോ. ചേച്ചി ഓക്കെ, ആ ബാഗ് എടുത്തിട്ട് ഇപ്പുറത്ത് വയ്ക്കേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ദിവസത്തെ ട്രിപ്പൊക്കെ ആയിട്ട് എടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, ഒരു 2.5 മണിക്കൂറൊക്കെ ഡ്രൈവുള്ള സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം തിരിച്ചു വരുമ്പം നന്നായിട്ട് റീഫ്രഷ് ആവണ പോലെ തോന്നാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങൾ 3 പേരും ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഒരു ദിവസം അവിടെ പ്രത്യേകിച്ചൊരു ആക്ടിവിറ്റി ഒന്നും ചെയ്യണമെന്നില്ല, അവിടെ പോയി ഒരു ദിവസം നിന്ന് അവിടെ നിന്ന് വെളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ഇന്ന് നമ്മൾ അതുപോലെ വീട്ടിൽ നിന്ന് ഒരു നോർത്ത് സൈഡിലോട്ടാണ്, ടൊറൻറ്റോയിൽ നിന്ന് നോർത്തിലോട്ടാണ് നമ്മൾ പോണത്. മിക്കവാറും നമ്മൾ ഈ സ്ഥലം നോർത്ത് സൈഡാണ് പ്രിഫർ ചെയ്യാറ് കേട്ടോ. ഭയങ്കര രസമാണ് ഈ സ്ഥലത്ത് കൂടെ ഡ്രൈവ് ചെയ്തിട്ട് പോകാം. കുറേ കുഞ്ഞു ടൗണും വില്ലേജസ് ആയിട്ടുള്ള ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഫോളിലൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ. ഈ മരങ്ങളൊക്കെ കളറൊക്കെ മാറിയിട്ട് ഇരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൽ കൂടെ ഡ്രൈവ് ചെയ്യുമ്പം ഭയങ്കര രസമാണ് ഡ്രൈവ്. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് മസ്കോക്ക എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. മസ്കോക്കയിൽ ഒരു ചെറിയൊരു വില്ലേജിൽ, വിൻ്റർമെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജിലാണ് കേട്ടോ പോകുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നോർത്തിലോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ സ്നോയുടെ അളവും കൂടിക്കൂടി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് സ്നോ കാണുന്ന പോലെ അധികം തണുപ്പില്ല കേട്ടോ. അവിടെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് 0 ആയിരുന്നു. ഇപ്പം ഇങ്ങോട്ട് ഈ ഭാഗത്തെത്തിയപ്പോഴത്തേക്കും -2 വരെ പോയിട്ടുള്ളൂ. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ തണുപ്പ് കൂടുന്നുണ്ട്. പക്ഷേ ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2.5 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മൾ സ്ഥലത്തെത്തി. ഇതാണ് കേട്ടോ പ്രോപ്പർട്ടി. ഇത് ഒരു ലേക്ക് ഫ്രണ്ട് പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഈ ലേക്കിൻ്റെ പേര് ലേക്ക് റാസോ എന്നാണ് കേട്ടോ. ഈ ലേക്കിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കാൻ പോണ പ്രോപ്പർട്ടിക്ക് ദ ലേഡി ഓഫ് ദ ലേക്ക് എന്നും കൂടെ പേരുണ്ട് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ ഒരു വൺ ഓഫ് ദി നോട്ടബിൾ ലാൻഡ്മാർക്കാണ് കേട്ടോ ഈ വിൻ്റർമെയർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റിസോർട്ട്. ഇത് 1870 ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1996 ഒരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നേ. ആ സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഫയർ വന്നിട്ട് ചില ഭാഗങ്ങളൊക്കെ കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് ക്ലോസ് ചെയ്തിട്ട് റിനോവേറ്റ് ചെയ്ത് 1997 പിന്നീട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നേ. Pray for God. ഓക്കെ ആണോ? Why does it have to be Mary? Oh? It is Mary. It's not Christmas. That's weird. Oh. പോവാം.
Let's go. എങ്ങോട്ടാ? I got hand sanitizer. I just did it. Let's go. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. ഇതിൻ്റെ പേര് വിൻഡർമെയർ ഹൗസ് എന്നാണ്. ഇതൊരു എന്താണ് കുറേ വർഷമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. 1870 ബിൽഡ് ചെയ്തേക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. 150 years കൂടുതൽ. 150 years. അതുകൊണ്ടാണ് ഈ ലൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഴയ ഇംഗ്ലീഷ് സ്റ്റൈലിലാണ്, ഡിം ലൈറ്റായിട്ട് അവർ കൂടുതൽ അങ്ങനത്തെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഡിം ലൈറ്റാണ് റൂമിൽ. നമ്മളൊരു കിങ് ബെഡ് റൂമാണ് എടുത്തേക്കണം. അത്യാവശ്യ സൗകര്യമൊക്കെ ഉള്ള ഒരു റൂമാണ് ഇത്. നമ്മുടെ ബെഡ്, പിന്നെ ഇവിടെ രണ്ട് ഇരിക്കാൻ പറ്റിയ ചെയറുകളുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ നമ്മുടെ കോഫി മേക്കർ, പിന്നെ നമുക്കൊരു TV ഉണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയൊരു സ്ഥലം, ലഗേജസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. പിന്നെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ജാക്കറ്റ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലോസറ്റ് ഉണ്ട്. പിന്നെ അവിടെ ഒരു മിററുണ്ട്. പിന്നെ ഇതാണ് വാഷ്റൂമും എല്ലാം നോക്കുകയാണെങ്കിൽ പഴയ ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ളൊരു വാഷ്റൂം. ഇതൊക്കെ റീസെന്റ് റിനോവേറ്റഡ് ആയിരിക്കും. ബാത്ടബ് പഴയ സിസ്റ്റം ആണ്, പക്ഷെ റീസെന്റ് അല്ല, എന്നാലും റിനോവേറ്റഡ് ആണ്. അല്ലാതെ 1870 തന്നെ ഒന്നും അല്ല. പക്ഷെ ആ ഒരു എന്താ പറയാ, സ്ട്രക്ചർ മാത്രം മെയിൻറ്റെയിൻ ചെയ്തതായിരിക്കും. ശരിയാ. അപ്പം ബാത്ടബ് ഇത്രയും ആണ്. നല്ല വലിയ മിററുണ്ട് ഇവിടെ. എനിക്ക് ലൈറ്റ് ഇഷ്ടപ്പെട്ടു. എല്ലാം ഒരു പഴയ ടച്ച് കൊടുത്തിട്ട് റിനോവേറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നല്ല നീറ്റ് ആയിട്ടുള്ള സ്ഥലം അല്ലേ. നമുക്ക് ഇന്നത്തെ സ്റ്റേക്ക് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ വ്യൂ പറയുകയാണെങ്കിൽ ലേക്ക് വ്യൂ ആണോ? ലേക്ക് പാർഷ്യൽ ലേക്ക് വ്യൂ കാണുന്നു അല്ല? അല്ല, ലേക്ക് വ്യൂ അല്ല. ഏട്ടൻ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ബുക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ ഈ പ്രോപ്പർട്ടിക്ക് ഒരു റെസ്റ്റോറൻ്റാണുള്ളത് താഴെ. അപ്പം അവിടെ ബുക്ക് ചെയ്യണം ഡിന്നറിന് വേണ്ടിയിട്ട്. 9 മണിക്ക് വെച്ചാൽ മതിയോ? ഇവർ രണ്ടുപേരും ഇവിടെ പൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം കേട്ടോ. നമ്മൾ ഈ ഒരു ഹോട്ടലിൽ റൂം എടുത്തു കഴിഞ്ഞാലുള്ള മസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇവിടുത്തെ ഇവരുടെ പൂള്. എനിക്ക് പിന്നെ പണ്ടേ സ്വിമ്മിങ് അറിയുന്നതുകൊണ്ട് എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. രണ്ടുപേരും ഔട്ട്ഡോർ പൂളാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെ അവിടെ തണുപ്പായതുകൊണ്ട് ഹോട്ട് ടബ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അറിയില്ല. തണുത്ത പൂളും ഹോട്ട് ടബും ഒരു സോണയുണ്ട്. തണുത്ത പൂളും എന്തായാലും പോവില്ലല്ലോ. ഞാൻ പോവും. നോക്കട്ടെ. അങ്ങനെയാണ് ശരിക്കും. തണുപ്പത്ത് കേറിയിട്ട് ഉടനെ തന്നെ ചൂടിലോട്ട്. അത് സമ്മറില് അല്ല, ഇപ്പോഴും ആൾക്കാർ അങ്ങനെ ചെയ്യണേ. അതിനല്ലേ അവർക്ക് പൂള് ക്ലോസ് ചെയ്താൽ പോരെ. ഒരു വിന്ററിൽ അങ്ങനെ വേണ്ടിട്ട് അവര് പൂൾ അങ്ങനെ വെച്ചാൽ. എന്തായാലും സാധന വസ്തുക്കളൊക്കെ നമ്മൾ ഇറങ്ങാണ്. But still you need your jacket, okay? Because it's cold. ഔട്ട്ഡോറിലാണ്. ഇവിടെ ഇൻഡോർ പൂൾ ഇല്ല അല്ലേ? ഇൻഡോർ പൂൾ ഇല്ലല്ലോ. ഇൻഡോർ പൂൾ ഇല്ല, ഔട്ട്ഡോർ പൂൾ മാത്രമേ ഉള്ളൂ. No, you're still recording. You have to be very quiet, okay? You don't scream because there are people sleeping. Thank you. Yeah. Thank you. Thanks, take care. എവിടെയാണെന്നറിയോ? ഓ, ഇതാണോ? സാധാരണ ഇൻഡോർ പൂളാകുമ്പം അതിനടുത്ത് തന്നെ ചേഞ്ചിങ് റൂമും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നോക്കി നടക്കുമായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ ചേഞ്ചിങ് റൂം ഇല്ല, ഔട്ട്ഡോർ പൂളായതുകൊണ്ട്. അതുകൊണ്ട് സോനയിൽ കയറിയിട്ട് അവളുടെ ഡ്രസ്സൊന്ന് മാറ്റി കൊടുക്കുക. Did you lock it? It's not deep. You can sit here. Come.
എനിക്ക് ആക്ച്വലി സ്വിമ്മിങ് അറിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടുത്തെ ഒരു കാഴ്ചക്കാരി മാത്രമാണ്. ഇവരെപ്പോഴും എവിടെ വന്നു കഴിഞ്ഞാലും സ്വിമ്മിങ് ചെയ്തിട്ടേ വരുള്ളൂ. അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തായാലും എന്നെ ഒരു പ്രാവശ്യം ഇവർ തള്ളിയിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം, എനിക്ക് ഭയങ്കര പേടിയാണ്. ഇതാണെങ്കിൽ അത്ര ആഴമൊന്നുമില്ല അല്ലേ? ആഴമൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ ഇറങ്ങാമായിരുന്നു, പക്ഷെ ഞാൻ അതിന് ആവശ്യമായിട്ടുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. എങ്ങനെയുണ്ടടാ? തണുക്കുന്നുണ്ടോ? അയ്യോ കോൾഡ്? ഹോട്ടാണോ? ആണോ? ആ, ഇറ്റ്സ് ഹോട്ട് ആണോ? ഒരു ഭ്രാന്തനതേ പോണു, തണുത്ത വെള്ളത്തിൽ പോണുണ്ട്. ഈശ്വര, ഇപ്പോൾ ഇവിടെ സമയം 5:45 കേട്ടോ. പക്ഷെ നോക്കിക്കേ, നല്ലൊരു നാട്ടിലത്തെ ഒരു 10 മണിയുടെ അവസ്ഥയാണ് വിൻ്ററിലിവിടെ. നേരെ മറിച്ച് സമ്മറിൽ ഇത് നേരെ തിരിയും കേട്ടോ. 10 മണി ആയിക്കഴിഞ്ഞാലും നല്ല വെളിച്ചമുണ്ടാവും. ആണ് സോന. Come sit here. Me, close it. I'm going to go sit. There. It's hot. You can do like this, but if you don't put your hand, you can just. I will show you. It's hot, right? Yeah, it's hot, but I didn't burn. ഓക്കെ, നമ്മൾ അപ്പം തിരിച്ച് വന്ന് റെഡിയായി, കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. ഇനിയിപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. 9 o'clock ആക്ച്വലി ബുക്ക് ചെയ്തത്. പക്ഷെ നമ്മൾ നേരത്തെ ഓടി, 8 മണിയേ ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ പോയി ചോദിക്കാമെന്ന്. അപ്പം നമ്മൾ താഴെ പോയി ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. Before I pranked you, I thought I was running away. ആണോ? Where do you guys want to sit? Over there. Oh, you're so shy. I don't want one. I poured a little bit of sauce. Are you hungry? No. I'm not How's your lemonade? good, but I'm not hating on that drink. Okay. ഇതൊരു ഫൈൻ ഡൈനിങ് പോലത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുഡിനൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. മാത്രമല്ല നല്ല വെയിറ്റിംഗ് ടൈമും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ മടുത്ത അവസാനം കളിക്കാൻ തുടങ്ങി. അങ്ങനെ വെയിറ്റിനൊടുവിൽ നമ്മുടെ ഫുഡ് വന്നു. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വിയറ്റ്നാമീസ് സ്റ്റൈൽ റൈസ് ആൻഡ് ചിക്കൻ ആയിരുന്നു. മോൾഡത് ചിക്കൻ ഫിംഗേഴ്സ് ആയിരുന്നു, ചിക്കൻ ഫിംഗേഴ്സ് ആൻഡ് ഫ്രൈസ്. പിന്നെ ഏട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലാം ചോപ്പായിരുന്നു. There you go. Oh, thank you very much. Oh, And then that this looks is amazing. your red wine and lamb juice. Oh, nice. ഫുഡ് നല്ലതായിരുന്നു കേട്ടോ, അത്യാവശ്യം ടേസ്റ്റി ആയിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ആക്ച്വലി അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ കണ്ടപ്പോഴത്തേക്കും തായ് കോക്കനട്ട് റൈസ് ഇല്ലേ, അതായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച സാധനമല്ലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും ടേസ്റ്റ് വൈസ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, ഇവർ വാഴയിലയിലാണ് കേട്ടോ സെർവ് ചെയ്തേക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ്, അതായത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അല്ലാത്തൊരു സ്ഥലത്ത് വാഴയിലയിൽ സെർവ് ചെയ്യുന്നത് കാണുന്നത്. ഫുഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡെസേർട്ട് ഓർഡർ ചെയ്തു. ഡെസേർട്ടിന് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമും പിന്നെ ഒരു ആപ്പിൾ ചീസ് കേക്കും ആയിരുന്നു കേട്ടോ.
എങ്ങനെയുണ്ട്? സൂപ്പർ ആണോ? അടിപൊളിയാണോ? ക്രീം ചീസ് കുരുമിൻ്റെ അതും ആപ്പിളിൻ്റെ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു പുളിയും അതൊക്കെ ഫ്ലേവേർഡ് ആയിരിക്കും, പക്ഷെ സ്റ്റിൽ ആ പുളിയും മധുരവും ഒക്കെ വരുമ്പോൾ അടിപൊളിയായിരുന്നു. You like it? അടിപൊളിയാണ്. മറ്റേ ആ ക്രംബോള് കഴിക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് ഇല്ലേ? ഒരു വാനിക്കന്നെ സൂപ്പർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രസമാണ്. എന്തൊരു ഇനി പ്ലേറ്റും കൂടെ കഴിക്കാവുള്ളൂ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, മനസ്സ് നിറഞ്ഞു. ഇനി അവിടെ ഒരു കിഡ്സിൻ്റെ ഒരു മൂവി തിയേറ്റർ ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ടേക്കാണ് പോണത്. കുറച്ച് നേരം അവിടെ ഇരുന്ന് അവൾ അവിടുത്തെ മൂവിയൊക്കെ കണ്ടു. നമ്മൾ ലഞ്ചല്ല ഡിന്നറൊക്കെ കഴിച്ച് വീട്ടിലല്ലല്ലോ റൂമിലെത്തിയതാ. നമ്മുടെ ചേച്ചി ഡയറി എഴുതുകയാണ്. എന്താ ഡയറി എഴുതുന്നൊന്ന് നോക്കട്ടെ. ഓ ഡൺ ആയിട്ടില്ലേ? ഓക്കെ, ഡൺ ആയിട്ട് കാണിച്ചു തരണേ. ഓക്കെ, അവിടെ ഇരിക്കും നീ, നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. നമ്മൾ രാവിലെ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്യും. എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്? പൊട്ടറ്റോ വെജസ്, സോസേജ്, ബേക്കൺ, സ്ക്രാമ്പിൾഡ്, ക്രോissant, ക്രോissants ഉണ്ട്, പുഡിംഗ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, cereals, coffee section. To take all of it. എല്ലാം കഴിക്കണേ. കഴിക്കണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അവിടെ ഒരു റൂമിൽ ഇങ്ങനെ ഗെയിംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. വാവ്, ഇന്ന് രാവിലെ തൊട്ടിട്ട് ചെറുതായിട്ട് സ്നോഫോൾ ഉണ്ട് കേട്ടോ. പക്ഷേ സ്നോ പെയ്യുന്ന ദിവസം ഇവിടെ തണുപ്പ് കുറവായിരിക്കും, അതുകൊണ്ട് വലിയ തണുപ്പില്ല. സെയിം ആണോ ചെയ്തേ? അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തിനോട് ഇന്നത്തേക്ക് വിട പറയാണ്. ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ഇറങ്ങി. പോകുന്ന വഴിക്ക് ഭയങ്കര സ്നോ സ്റ്റോം ആയിരുന്നു കേട്ടോ. ഒരു 50 to 60 കിലോമീറ്റേഴ്സ് ഇങ്ങനെയായിരുന്നു. അധികം വിസിബിലിറ്റി ഇല്ലായിരുന്നു. ഇങ്ങനെ കുറച്ച് ദൂരം പോകേണ്ടി വന്നു. അതുകൊണ്ട് വളരെ സ്ലോയിലായിരുന്നു എല്ലാ കാറുകളും പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നേ. പക്ഷെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും എല്ലാം ക്ലിയറായി. ഇവിടുത്തെ നാട്ടുകാർക്ക് സ്നോ പെയ്തോന്ന് പോലും അറിയില്ലാത്തൊരവസ്ഥയായിരുന്നു. ഫുൾ നല്ല ക്ലിയറായി, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.